ഇവിടെ ബഹുമാന്യനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വളരെ സന്തോഷകരമായ ഒരു കാര്യത്തിനാണ് നാം എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല മികവുറ്റതാക്കുന്നതിൻ്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത്. അതിൽ 90 സ്കൂൾ കെട്ടിടങ്ങൾ പൂർത്തിയായത് നാടിന് സമർപ്പിക്കുന്ന ചടങ്ങാണിത്. സാധാരണ നിലയിൽ ഓരോ സ്കൂളിലും 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത് നടക്കേണ്ട ഒരു ചടങ്ങാണിത്. പക്ഷേ കോവിഡ് വ്യാപനത്തിൻ്റെ ഫലമായി കുറച്ച് മാസങ്ങളായി ഈ അക്കാദമിക് വർഷം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നില്ല. എല്ലാവരും കോവിഡ് പ്രതിരോധത്തിൽ വ്യാപൃതരായിരിക്കുന്നു. ഓരോ സ്കൂളിലെയും പ്രത്യേകം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് പകരം ഇതുപോലെ ഓരോ സ്ഥലത്തും പരിപാടി നടത്തുക, ഒന്നാൽ ഒന്നിച്ച് ആ പരിപാടി സംഘടിപ്പിക്കുക എന്നൊരാലോചന നടന്നതിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ള പരിപാടികൾ കേരളത്തിൽ പല ഭാഗത്ത് നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും നേരത്തെ ഇതുപോലുള്ള പരിപാടികൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ള ഒരു പ്രയാസം ഈ മഹാമാരി നമ്മുടെ നാടിനെ വല്ലാതെ കടന്നാക്രമിക്കുകയാണ്. നേരത്തെ നമുക്കത് തടുക്കാനും പിടിച്ചു നിർത്താനും പ്രതിരോധിക്കാനും വലിയ തോതിൽ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി എവിടെയും ഒരു തരത്തിലുള്ള അങ്കലാപ്പവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു. ഓരോ സ്ഥലത്തും കോവിഡ് വ്യാപനം കൂടുന്നു. ഇന്നലെ പരിശോധിച്ചതിൽ കണ്ടത് 9,000-ലധികം പേരാണ് ഇന്നലെ രോഗം ബാധിച്ചവരായിട്ട്. അപ്പോൾ പരിശോധന നമ്മൾ വർദ്ധിപ്പിക്കുകയാണ്, ടെസ്റ്റുകൾ വർദ്ധിപ്പിക്കുന്നു, ഇനിയും വർദ്ധിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നാട്ടിൽ കോവിഡ് ബാധിതരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുക എന്നത് പ്രധാനം തന്നെയാണ്. ഈ ഒരു ഘട്ടത്തിൽ നേരത്തെ നാം കാണിച്ച ജാഗ്രതയും കരുതലും തിരിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ചൊന്ന് കൈമോശം വന്നു പോയിട്ടുണ്ട്. ആളുകൾ ലാഘവത്തോടെ ഇതിനെ സമീപിക്കുന്ന സ്ഥിതിവിശേഷം പലയിടത്തും ഉണ്ടായി. മൊത്തത്തിൽ ജാഗ്രതയും കരുതലും ഇല്ലാതായി എന്നല്ല, പക്ഷെ അങ്ങനൊരു അവസ്ഥ നാട്ടിലുണ്ടായിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ നാടിനെ രക്ഷിക്കുന്നതിനായി കൂടുതൽ കടുത്ത നടപടികളിലേക്കാണ് ഇപ്പോൾ സർക്കാർ നീങ്ങിയിട്ടുള്ളത്. ഇത്തരത്തിലൊരു നടപടിക്ക്
പുറപ്പെടുന്നതിന് മുൻപ് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം ചേർന്നു. ഗവൺമെൻറ് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം. എല്ലാവരും ഏകണ്ഠമായി പറഞ്ഞ കാര്യം കൂടുതൽ കർക്കശമായ നിലയിലേക്ക് പോകണമെന്നായിരുന്നു. കാരണം വന്ന ആ സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തെ രോഗവ്യാപനത്തിനിടയാക്കുന്നുവെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു നിലപാടെടുത്തത്. അപ്പോൾ ആ യോഗത്തിൽ തന്നെ ഒരു പ്രതിനിധി ഒരു കാര്യം ചോദിച്ചു. അപ്പോൾ സർക്കാരിൻ്റെ വിവിധ പരിപാടികൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ആ പരിപാടികൾ എങ്ങനെയാണ് നടക്കുക? അത് ചോദിക്കാനിടയായത് കേരളത്തിൽ പൊതുപരിപാടികളിൽ ആളുകളുടെ എണ്ണം പരിമിതപ്പെടുത്തണം, അത് സർക്കാർ തീരുമാനിക്കണം എന്ന പൊതുനിർദ്ദേശം വന്നു. അപ്പോഴാണ് സർക്കാർ പരിപാടികൾക്ക് നിയന്ത്രണം വേണ്ടേ എന്ന കാര്യം ചോദിച്ചത്. ന്യായമായ പ്രശ്നമാണത്. അപ്പോൾ ആ പ്രശ്നം സർക്കാർ പരിഗണിച്ചു. സർക്കാർ ഇപ്പോൾ കാണുന്നത് സർക്കാർ പരിപാടിയിലടക്കം ഒരു സ്ഥലത്ത് 20-ലധികം പേർ പങ്കെടുക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ 20 പേരിൽ ഒതുക്കുക എന്നുള്ളതാണ്. ആ ഒരു ചുരുക്കം ഈ പരിപാടികൾക്ക് വന്നിട്ടുണ്ടാകാം, സ്വാഭാവികമാണ്. പക്ഷേ നാടിൻ്റെ നന്മ ലാക്കാക്കി സ്വീകരിക്കുന്ന നടപടിയുടെ ഭാഗമായി ഉണ്ടാകുന്ന പ്രയാസം സഹിച്ചു പോകലേ വഴിയുള്ളൂ. ഇന്നത്തെ ഘട്ടത്തിൽ കൂടുതൽ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കണം. മരുന്ന് ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ശാരീരികമായി അകലം പാലിക്കുക, മാസ്ക് കൃത്യമായി ധരിക്കുക. മാസ്കൊക്കെ ധരിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഇപ്പോഴത്തെ പിഴ തന്നെ കൂടുതലാക്കുക, കർക്കശമാക്കുക. പിന്നെ ഓരോ പ്രദേശത്തും രോഗവ്യാപനത്തിന് സാധ്യതയുള്ള ചില കേന്ദ്രങ്ങളുണ്ട്. അത് മുഴുവൻ അടച്ചിട്ട് പോകാൻ നമുക്ക് കഴിയില്ല. കാരണം ഇതെത്ര കാലം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏതായാലും കുറച്ചു കാലം ഉണ്ടാകുമെന്ന് വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാധാരണ നിലക്കുള്ള ജീവസന്ധാരണ പ്രവർത്തനങ്ങൾ നടന്നില്ലെങ്കിൽ ജീവിതം വഴിമുട്ടിപ്പോകും. അതൊരു ഭാഗത്ത് നടക്കണം. അതേസമയം കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചു പോകണം. അതിൽ കാണുന്നത് ഒരു കട. ആ കടയിൽ കൃത്യമായി ശാരീരിക അകലം പാലിക്കണം. അത്ര ആളുകളെ ഉണ്ടാകാൻ പാടുള്ളൂ. മാസ്ക് ധരിച്ചിരിക്കണം. പല സാധനങ്ങൾ തൊട്ട് നോക്കുന്ന കടയാണെങ്കിൽ ഗ്ലൗസ് ധരിച്ചിട്ടേ കയറാൻ പാടുള്ളൂ. ആവശ്യത്തിന് സാനിറ്റൈസർ അവിടെ ഉണ്ടാവണം. ഇത് പൊതുവെ നമ്മൾ എല്ലായിടവും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ ചിന്തിക്കും, നേരത്തെയും പറഞ്ഞിട്ടില്ലേ എന്ന്. നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞെങ്കിലും അതങ്ങനെ നടപ്പായില്ല.
ഇനി നടപ്പാക്കാതെ വഴിയില്ല. നടപ്പായില്ലെങ്കിൽ കർക്കശമായ നടപടി വരും. നേരത്തെയുള്ള പിഴ സംഖ്യയല്ല, കൂടുതൽ സംഖ്യ ചുമത്തുന്നതല്ല. മാസ്ക് ധരിച്ചില്ലെങ്കിൽ കൂടുതൽ സംഖ്യ പിഴ ചുമത്തും. കടയുടെ കാര്യം, കടയിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തേണ്ട ബാധ്യത കട ഉടമസ്ഥന് കൂടിയുണ്ട്. ആവശ്യമായ ക്രമീകരണങ്ങൾ വന്നില്ല എന്നാണെങ്കിൽ ആ കട അടച്ചുപൂട്ടും. ഇത്തരത്തിലുള്ള പരിപാടികൾ ആളുകൾക്ക് വിഷമമുണ്ടാക്കുന്നതാണെന്നല്ല എല്ലാവർക്കും ബോധ്യമുണ്ട്. പക്ഷേ ആ വിഷമം നമ്മൾ ഏറ്റെടുത്തേ മതിയാവും. ഇതിൻ്റെ എല്ലാം ഭാഗമായി ഇന്നത്തെ നമ്മുടെ പരിപാടി ഓരോ പ്രദേശത്തും ഈ 90 സ്ഥലത്തും ഈ പറഞ്ഞ തോതിൽ ചുരുങ്ങിയ മട്ടിൽ നടത്തേണ്ടതായി വന്നിരിക്കുന്നു. അപ്പോൾ വലിയ ബഹുജന പങ്കാളിത്തത്തോടെ നടക്കുമായിരുന്ന പരിപാടി ഏതാനും ആളുകളിൽ ഒതുക്കി നടത്തേണ്ടതായി വന്നിരിക്കുന്നു. അതിൽ നാം പരിതപിക്കേണ്ടതില്ല, കാരണം ഇന്നത്തെ സാഹചര്യം അതാണ്. എന്നാൽ അതേസമയം നമ്മുടെ നാട്ടിലെ സ്കൂൾ രംഗത്ത് നടപ്പാക്കിയ കാര്യങ്ങൾ ഇന്നുള്ളവരെ മാത്രം കണ്ടുകൊണ്ടുള്ളതല്ല, വരും തലമുറയെ കൂടി കണ്ടുകൊണ്ടുള്ളതാണ്. നാടിൻ്റെ ഭാവി കണ്ടുകൊണ്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നാം നടപ്പാക്കിയിട്ടുള്ളത്. ഇന്നത്തെ 90 സ്കൂളുകളിൽ പത്തനംതിട്ട, കാസർഗോഡ് 2 വീതമാണ്, കോട്ടയം, എറണാകുളം 3 വീതം, വയനാട്ടിൽ 4, ഇടുക്കിയിൽ 5, കൊല്ലം, പാലക്കാട് 6 വീതം, കോഴിക്കോട്ട് 7, മലപ്പുറത്ത് 9, തിരുവനന്തപുരം, ആലപ്പുഴ 10 വീതം, തൃശ്ശൂരിൽ 11, കണ്ണൂരിൽ 12. ഇത്തരത്തിലാണ് സ്കൂൾ കെട്ടിടങ്ങളുടെ എണ്ണം. കിഫ്ബിയിൽ നിന്നും 5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 4 കെട്ടിടങ്ങളുണ്ട്. അതോടൊപ്പം ഇവിടെ പറയേണ്ടായി പ്ലാൻ ഫണ്ടിൻ്റെ ഉപയോഗമുണ്ടെന്നുള്ളത്. ആ വക 3 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 20 കെട്ടിടങ്ങൾ നമ്മുടെ അത് കിഫ്ബിയിൽ നിന്ന് തന്നെയാണ്. 3 കോടി രൂപ ചെലവ് നിർമ്മിച്ച 20 കെട്ടിടങ്ങളുടെ ഫണ്ട് കിഫ്ബിയിൽ നിന്ന് തന്നെയാണ്. എന്നാൽ പ്ലാൻ ഫണ്ട് പ്രയോജനപ്പെടുത്തി നിർമ്മിച്ചത് 62 കെട്ടിടങ്ങളുണ്ട്. നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് 4 കെട്ടിടങ്ങളുമാണ്. അപ്പോൾ 5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 4 കെട്ടിടം, 3 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 20 കെട്ടിടം, അത് കിഫ്ബിയാണ്. പ്ലാൻ ഫണ്ടിൻ്റെത് 62 കെട്ടിടം, നബാർഡ് ഫണ്ടിൽ നിന്ന് 4 കെട്ടിടം. അപ്പോൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളാകെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുക എന്നതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പാക്കുമ്പോൾ നാം ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ ജനപ്രതിനിധികൾ വലിയ മുൻകൈ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടേത്, അവിടെയുള്ള അധ്യാപക രക്ഷാകർതൃ സമിതി, പൂർവ്വ വിദ്യാർത്ഥി സംഘടന, ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ള വ്യക്തികൾ, ഇങ്ങനെ നാടിൻ്റെ ഒരു കൂട്ടായ്മ സന്തോഷപൂർവ്വം ഈ പ്രവൃത്തി ഏറ്റെടുക്കാൻ ആദ്യഘട്ടത്തിൽ സന്നദ്ധമായി.
ചിലർ അത് അവസാനം വരെ തുറന്നു. എന്നാൽ ഇടയ്ക്ക് ചില പ്രദേശങ്ങളിൽ ഇതൊരു സർക്കാർ കാര്യം പോലെ കാണുന്ന നിലയുണ്ടായി. അത് വരാൻ പാടില്ലാത്തതായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലൊരു വിദ്യാലയം എന്ന് പറയുന്നത് നാടിൻ്റെ ആകെയുള്ളൊരു പൊതുസ്വത്താണ്. അതിനെ മെച്ചപ്പെടുത്തുന്നത് മറ്റേത് പ്രവൃത്തിയേക്കാളും മഹത്തരമായിട്ടുള്ളതാണ്. അപ്പോൾ അതിന് അവരവരാൽ കഴിയുന്ന സഹായം കൂടി ചെയ്താൽ സർക്കാർ ചെലവിടുന്ന ഫണ്ടിനേക്കാളും കൂടുതൽ ഫണ്ട് ചെലവഴിച്ചുകൊണ്ടുള്ള ആ സ്കൂളിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കും. അങ്ങനെയുള്ളിടത്തെല്ലാം, ഇങ്ങനെ ചെലവിട്ടെടുത്തെല്ലാം ആ തരത്തിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് വസ്തുത. ഇപ്പോൾ ചില സ്ഥലത്ത് അതിൽ ചെറിയ കുറവ് വന്നു എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. ഇന്ന് ലോക നിലവാരത്തിലേക്ക് നമ്മുടെ സ്കൂളുകൾ ഉയർത്തുകയാണ്. നല്ല സൗകര്യപ്രദമായ കെട്ടിടങ്ങളാണ്. എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയാണ്, സാങ്കേതിക സൗകര്യങ്ങളടക്കം, മറ്റു തരത്തിലുള്ള പശ്ചാത്തല സൗകര്യം. ഇത്തരത്തിൽ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് നേതൃത്വം വഹിച്ച ജനപ്രതിനിധികളുണ്ട്, തദ്ദേശഭരണ സ്ഥാപനങ്ങളും, പിന്നെ അതത് സ്ഥലത്തുള്ള അധ്യാപകർ, രക്ഷാകർത്താക്കൾ, വിദ്യാർത്ഥികൾ, ഇവരെല്ലാം ഇതിൻ്റെ ഭാഗമായി അണിനിരന്നിട്ടുണ്ട്. അവരോടെല്ലാമുള്ള കൃതജ്ഞത ഇപ്പോൾ രേഖപ്പെടുത്തട്ടെ. നമുക്കിനിയും ഈ മേഖല കൂടുതൽ ഉയർത്തേണ്ടതായിട്ടുണ്ട്. ഇതിൽ എവിടെയെങ്കിലും ഒരു അന്ത്യം കുറിക്കലില്ല. കാരണം കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ നാട്ടുകാരുടെ, വിദ്യാഭ്യാസ തൽപരരുടെ ശ്രദ്ധ എപ്പോഴും സ്കൂളിൽ ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇപ്പോഴത്തേതൊരു മഹാമാരിയുടെ ഘട്ടമാണ്. ഇതാണ് എല്ലാ കാലവും നമ്മൾ കാണാൻ പാടില്ല. എന്നാൽ ഇതിൽ നിന്ന് മാറി സാധാരണ നില കൈവരിക്കാൻ കഴിയുന്നതോടെ കാര്യങ്ങൾ മാറും. സാധാരണ നിലക്കുള്ള സ്കൂൾ പ്രവർത്തനം ആരംഭിക്കും. എപ്പോഴാണോ ആരംഭിക്കാൻ കഴിയുന്നത് അപ്പം തന്നെ ആരംഭിക്കും. അതോടെ പഴയ നിലയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല മാറും. എന്നാൽ ഓൺലൈൻ വിദ്യാഭ്യാസ രീതി നല്ല കൃത്യതയോടെ നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിലും ഗവൺമെൻറ് പങ്കാളിത്തം മാത്രമല്ല, നാടിൻ്റെ ആകെ സഹകരണം ഉണ്ടായി എന്നത് പ്രത്യേകം തന്നെ കാണുകയാണ്. ഇതിൻ്റെ എല്ലാം ഭാഗമായാണ് മാറ്റം വന്നത്. എന്തിനും വ്യത്യസ്തതയോടെ കാണുന്ന ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകുമല്ലോ. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ. എന്താ മാറ്റം, എവിടെയാ മാറ്റം, എന്താ ചെയ്തത്, പുതുതായിട്ട് എന്ത് ചെയ്തു എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാണല്ലോ നിങ്ങളെല്ലാവരും. പക്ഷേ ഇതൊക്കെ നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. ആ യാഥാർത്ഥ്യങ്ങൾ ആർക്കും നിഷേധിക്കാനാവില്ല. മറ്റേ ചോദ്യം കേൾക്കുന്നവർ ഈ യാഥാർത്ഥ്യം അപ്പോൾ ഓർക്കുകയാണ്. ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ ഈ വേദി ഉപയോഗിച്ച് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ മേഖലയിൽ എത്ര പുരോഗതി ഉണ്ടായി എന്നതിൻ്റെ ഒരു ഭാഗം
നാട്ടിൽ പഴയ കാലങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പൊതുവിദ്യാലയങ്ങൾ അടഞ്ഞു പോകുന്നതിനെക്കുറിച്ചായിരുന്നു. ഇത് നടപ്പായതോടെ കഴിഞ്ഞ 3 വർഷത്തെ കണക്ക് വന്നപ്പോൾ 5 ലക്ഷം വിദ്യാർത്ഥികൾ പുതുതായിട്ട് പൊതുവിദ്യാലയങ്ങളിൽ വന്നു. അതാണ് മാറ്റം. നമ്മുടെ കുട്ടികളും നമ്മുടെ രക്ഷിതാക്കളും നാടും എങ്ങനെ പൊതുവിദ്യാഭ്യാസത്തെ കാണുന്നു എന്നതിൻ്റെ നിദർശനമാണ്. ഇക്കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും തുടർന്നും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ 90 സ്കൂൾ കെട്ടിടങ്ങളുടെയും ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.